കല്ല് പൊട്ടിയാ പിന്നെ നമ്മൾ നിലത്തേക്ക് പോകുട്ടോ. ആൾക്കാർ വന്നുകൊണ്ട് മരമൊക്കെ മുറിച്ച് പാടൊക്കെ കളഞ്ഞ് ഇതൊക്കെയാണ് നമ്മളെ പോയന്റെ ആസ്വദിച്ചെന്ന് സാധനം. ഇതൊരു തോടാണ്, അപ്പൊ ഇത് കാണുമ്പോ പോയന്റെ മാരി ഉണ്ട്. അത്രയും വലിയ ഹെവി വണ്ടികളൊക്കെ ഈ ഒരു ചെറിയ പാലത്തും കൂടിയാണ് പോണേ. ഇത് എത്ര കാലം നിൽക്കും അറിയില്ല, കാരണം ഡാമേജ് ആയിട്ട് അടി പൊളിഞ്ഞ അടി ഞാൻ കാണിച്ചു തരാം. കാണിച്ചു തരണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങളെ പോകാൻ സാധ്യത ഉണ്ട്. ഇതാണ് നമ്മളെ ഫസ്റ്റ് നാട്ടിലെ ബ്ലോഗർ. കാരണം ഇവനെ കണ്ടിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഈ സംഗതി എന്താണെന്ന്. വാർത്തയിൽ കേട്ടിട്ടില്ല നിങ്ങളൊക്കെ. ഇവിടെ പേടി അവിടെ മാറി ഇർത്താണ്. ഇവിടെ ഒരു വെള്ളം ഉണ്ട് കേട്ടോ. ഈ വെള്ളം അവിടേക്ക് പോയാൽ വെള്ളം ഇങ്ങോട്ട് തന്നെ വരും. പിന്നെ ഇന്നത്തെ പരിപാടി നമ്മള് ചായ ഒക്കെ കുടിച്ചിട്ട് നമ്മളെ വീടെടുക്കാൻ ഇറങ്ങിക്കാണ്. അപ്പോൾ ചായ ഒക്കെ കുടിച്ചിട്ട് നമ്മള് എന്താ അവിടേക്കൊക്കെ പോയി നമ്മൾ വിഷയമൊക്കെ പറഞ്ഞുതരാം. ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഇന്ന് ഞായറാഴ്ചയാണ്, എല്ലാവർക്കും ലീവാണ്. അപ്പം ഞങ്ങളെപ്പോഴും ഇങ്ങനെ ഒരു ലോങ് വീഡിയോ എടുക്കണം എന്നൊക്കെ കരുതൂല്ലേ. ഞങ്ങളെപ്പോഴും ഇങ്ങനെ സമയം ഉണ്ടാവില്ല. അവിടെ കുറച്ച് കച്ചവടക്കാരുണ്ട്, നമുക്ക് ആ കച്ചവടക്കാരുടെ അടുത്തേക്ക് പോയി നോക്കാം. എന്താ യക്ഷിയ? അതിന് പ്രേതാണോ? പിന്നെ ഇതിന് ചോര ഇത് മഞ്ഞപ്പൊടിയാണല്ലോ. നമ്മളിപ്പോ ഈ വീട്ടിലല്ലല്ലോ താമസം, അപ്പുറത്തെ വീട്ടിലാണ് താമസം. അപ്പൊ പുതിയ വീട്ടില് നമുക്ക് മിസ്സാവുന്ന ഒരു കാര്യം എന്താ അറിയില്ല. നമുക്ക് മിസ്സാവുന്ന ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ ഈ സിറ്റൗട്ട്, ഈ സിറ്റൗട്ടിൽ ഇരുന്ന ഒരു വേറെ ഒരു വൈബായിരുന്നു. നമുക്കിപ്പോൾ എത്ര വലിയ വലിയ വീട് വെച്ച് കഴിഞ്ഞാലും നമ്മളുടെ മനസ്സിലുള്ളൊരു ഇഷ്ടം എല്ലാവർക്കും അങ്ങനെയാണെന്ന് അറിയില്ല അല്ലേ. എനിക്കൊക്കെ അങ്ങനെയാണ്. ഈ പണ്ടത്തെ ഒരു പഴയ ഒരു ഓർമ്മകളൊക്കെ ഇല്ല, അങ്ങനത്തെ ഒക്കെ ഒരു വീടുകൾ ഉണ്ടാവില്ലേ നമ്മളെ. അതാ അങ്ങനത്തെ ഒരു വീടായിരുന്നു നമ്മളിത്. അപ്പം അത് തന്നെയാണ് ഇപ്പോഴും ഞാൻ ഇഷ്ടപ്പെടുന്നത്. നമ്മളെ വീട് പഴയതാണെങ്കിലും പുതിയത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് പഴയ വീടൊന്നും ഇഷ്ടപ്പെടില്ല. പുതിയ വീട് ഉണ്ടാക്കാത്തുമ്പോൾ പഴയ വീട്ടിൽ ഇങ്ങനെ രസമില്ലാത്ത ഇങ്ങനെ ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ പുതിയ വീട് ഉണ്ടാക്കുമ്പോൾ പഴയ വീടിന് ഓർമ്മ ഉണ്ടാവില്ല, ഇഷ്ടം ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ കേൾക്കരുത്. ഞാൻ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമല്ല. നമ്മളിനി എവിടുന്ന് വീഡിയോ എടുക്കണേ കാണിച്ചു തരാൻ പോവാണ്. വായോ. ഇവിടേക്ക് വീട്ടിൽ നിന്ന് നമ്മൾ പോകുമ്പോൾ കുറച്ച് ചിലപ്പോ പട്ടിയൊക്കെ വരാൻ സാധ്യത ഉണ്ട് കേട്ടോ. ഡേഞ്ചർ ആയിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ നമ്മുടെ വീടിന്റെ താഴെ ഭാഗത്തൊക്കെ. അപ്പൊ പോകുമ്പോ ശ്രദ്ധിച്ചിട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളെ വീടിന്റെ താഴെ ഭാഗം ഇങ്ങനെ കേട്ടോ, ഫുള്ള് കാടാണ്. കാടൊന്നും വെട്ടിയിട്ടില്ല. കാടിന്റെ അതാ ഇവിടുന്ന് അപ്പുറം കഴിഞ്ഞ് കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയാണ്. ഇവിടുന്ന് കേട്ടോ ഞങ്ങള് വീഡിയോ എടുക്കല്. ഇതിന്ന് എത്ര വേണമെങ്കിലും പോവുക. ഇതേ മരക്ക് തന്നെ നല്ല സ്പേസ് അവിടെ ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഒരു തോടാട്ടോ, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് അറിയില്ലെങ്കിലോ. ഇവിടൊക്കെ കാടാണ് കേട്ടോ. ഇവിടെ പാമ്പുക്കളും വെട്ടുകാലികളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് പാലക്കാട് ജില്ലയാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു ചെങ്കുത്തായ ഒരു കയറ്റാണ് കേട്ടോ. അപ്പോൾ ഈ കയറ്റത്തിൽ നിന്ന് വണ്ടികൾ വന്നു കഴിഞ്ഞാൽ അഥവാ ബ്രേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാ നേരെ എന്ത് ചെയ്യും, ഈ തോട്ടിക്ക് വന്നിട്ട് ആണ് ഉഗ്ഗാണ് ചെയ്യുക. ഈ തോട്ടിക്ക് വന്നിട്ട് 2-3 വണ്ടി ആക്സിഡൻ്റ് ആയി. പക്ഷേ വലിയ കാര്യമായിട്ട് പരിക്കൊന്നും വരാത്ത ഒരു ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. വന്ന് ഓട്ടോറിക്ഷ വീണിക്കണു, ബൈക്ക് വീണിക്കണ്. റോഡ് വീതിയൊന്നുമില്ല. ഇത് പണ്ടുണ്ടാക്കിയ കോൺക്രീറ്റ് ഒരു പാലാണ്. വലിയ സ്കൂൾ ബസ് അതേപോലെ ലോറി ലോഡും വണ്ടികളെല്ലാം ഈ ഒരു അത്രയും വലിയ ഹെവി വണ്ടികളൊക്കെ ഈ ഒരു ചെറിയ പാലത്തും കൂടിയാണ് പോണേ. ഇത് എത്ര കാലം നിൽക്കും അറിയില്ല, കാരണം ഡാമേജ് ആയിട്ട് അടി പൊളിഞ്ഞ അടി ഞാൻ കാണിച്ചു തരാം. അല്ലെങ്കിൽ നിങ്ങളെ പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇതാണ് പാലത്തിന്റെ അടിയിലുള്ള അവസ്ഥ. മഴ പെയ്യണേണ്, ഇന്ന് മാത്രം മഴ പെയ്തിട്ടില്ല കേട്ടോ. ബ്ലോഗർ ഇതിൽ പോകുന്നുണ്ട്. ഇതാണ് ബ്ലോഗർ. ഇതാണ് നമ്മളൊരു മാതൃകവനാണ്. ഞങ്ങളുടെ നാട്ടിലെ ഫസ്റ്റ് ബ്ലോഗറാണ്. ഞങ്ങളുടെ നാട്ടില് ഇതാണ് നമ്മളെ ഫസ്റ്റ് നാട്ടിലെ ബ്ലോഗർ. കാരണം ഇവനെ കണ്ടിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഈ സംഗതി എന്താന്നുള്ളത്. ഒരിക്കലും പറയുന്നത് ഇത് ഇക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്ത് പറയാ വേറെ ലെവലാണ്. ഈ നാട്ടിൽ ഫസ്റ്റ് ഒരു ഓൺലൈൻ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ നമുക്ക് നടക്കാം എന്താണെന്നുള്ളതൊക്കെ നമുക്ക് കാണിച്ചു തന്നതും. ഞാനൊക്കെ സ്റ്റാർട്ടപ്പാണ്. ഞാൻ ഇപ്പോൾ തുടങ്ങിയിട്ട് 2-3 മാസമായിട്ടുള്ളൂ. ഈ ഒരു 3 മാസത്തിൽ ഞാൻ കണ്ടുപിടിക്കുന്ന ഇക്കുവിനാണ്. എന്തായാലും ഞങ്ങളുടെ നാടിന്റെ അഭിമാനമാണ് ഇക്കു, അതിനൊന്നും സംശയമല്ല. ഇക്കു വെച്ചാൽ ഇത് നാടകം കളിച്ചു പറഞ്ഞാൽ അന്നൂര് നമുക്ക് പരിചയമല്ലേ. ഈ നാടകം കളിച്ചില്ലേ? അന്നൂര് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ. എന്തായാലും എല്ലാവരും സപ്പോർട്ടിന് എല്ലാവരും സപ്പോർട്ടാണ്, ഇനിയും സപ്പോർട്ടാണ്. അതേമാതിരി നമ്മൾ കേട്ടോ അയ്യൂബ് ആഷ് അജിതാക്കി. അപ്പോൾ ഓക്കെ, ഞാൻ ചെറിയൊരു തിരക്കിലാക്കും. നമ്മള് വീഡിയോ എടുക്കുമ്പോ എല്ലാവർക്കും നമ്മള് കണ്ടുമുട്ടുമ്പോ ചെറിയൊരു മാറ്റം ഉണ്ടാവും. ഇതാരാണ് അപ്പൊ പേരൊക്കെ ചോദിച്ചപ്പോഴാണ് ഇത് വീഡിയോ അല്ല കുട്ടികളല്ലേ എന്നൊക്കെ അറിയുള്ളൂ. കാരണം പണ്ടൊക്കെ അല്ലേ, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഫുള്ള് നെല്ലേനു.
നെല്ലറിയോ? ആ ചോറുണ്ടാക്കണ നെല്ലല്ലേ? ആ അതന്നെ, അതേനു ഇതിലൊക്കെ ഫുള്ള്. പക്ഷെ ഇപ്പൊ ഫുള്ള് റബ്ബറൊക്കെ വെച്ച്. റബ്ബർ മരമാണ് ഇതാളൊക്കെ കേട്ടോ, എല്ലാതും റബ്ബർ മരമാണ്. കുറച്ച് പോലും റബ്ബർ മരം അല്ലാത്തില്ല കേട്ടോ. ഇനി പോണത് നമ്മൾ പൊയ്ക്കാണ് കേട്ടോ. പൊയ്ക്ക് ഇറങ്ങൊന്നും ചെയ്യൂല, കാണിച്ചു തരുള്ളൂ ചെയ്യാം. ഇപ്പം വെള്ളം നല്ല കുടിച്ചിട്ടുണ്ടാവും കേട്ടോ. ചിലപ്പോൾ നമുക്കിനി പോയോക്കാം, ആരും ഒക്കെ ഇറങ്ങാൻ പറ്റില്ല. ഒരു മനുഷ്യനും പോലും ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ്. കാരണം നല്ല വെള്ളം ഉണ്ട് കേട്ടോ അതിൽ. ഇപ്പം മഴ പെയ്തിട്ടാണ് വെള്ളം വന്നിട്ടുള്ളത്, നിറച്ച് വെള്ളം വന്നിക്കണു. ഇന്നാളൊക്കെ പാകത്തിനുള്ള വെള്ളമായിരുന്നു കേട്ടോ. ഇപ്പം മഴ പെയ്തപ്പോൾ നിറച്ച് വെള്ളമായിരുന്നു. റബ്ബറൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഇന്നിതാ അവിടേക്ക് പോയിട്ടൊരു സ്റ്റെപ്പ് ഉണ്ട്, കുറച്ച് റോഡുണ്ട്. ആ റോഡ് വില മുറിച്ചിട്ട് വേണം നമുക്കിനി പോയിക്ക് പോകാൻ അല്ലേ. ഇവിടെ കണ്ടോ കല്ലിങ്ങനെ നിരത്തി വെച്ചു, അതിമക്കൂടെ ചവിട്ടിയിട്ട് വേണം ഇനി പോകാൻ. ഇത് കുറച്ചും കൂടി ഉള്ളൂ ഇത് നടക്കാൻ. ഈ കല്ല് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് ഈ കല്ല് പൊട്ടിയാൽ പിന്നെ നമ്മൾ വലത്തേക്ക് പോകും കേട്ടോ. അത്രക്കും കല്ലാണ് ഇത്, പറ്റിയ കല്ലാട്ടോ. ഇനി ഇതാ റോഡെത്തി. ഇനി നല്ലോണം നടക്കാലോ ഒന്നുമില്ല കേട്ടോ. ഇനി കുറച്ച് നടന്നാൽ നമ്മളെ പോയെത്തി. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ പോകണ കഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ, മറക്കല്ലേ. അതന്നെ, അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വീഡിയോ ഒക്കെ ഇടുന്നത്. ചിലവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഓല് വീഡിയോ മാത്രമുള്ളൂ കാണാൻ, ലൈക്കും സബ്സ്ക്രൈബും ഒന്നും ഇടൂല ഒക്കെ കേട്ടിട്ടുണ്ട്. ഇനി അവിടെ കണ്ടു പാലം, നീല പാലാണ് ഞങ്ങൾക്ക്. നല്ല മഴ പെയ്തിട്ട് വീട് വരെ മണ്ണൊക്കെ താഴ്ത്തിപ്പോയി. വീടൊക്കെ വാർത്തയിൽ കേട്ടിട്ടില്ല നിങ്ങളൊക്കെ. ഇനി ആരും പുറത്തൊക്കെ ഇറങ്ങരുത്, വെള്ളപ്പൊക്കം വരാൻ തുടങ്ങിയിരിക്കണം അങ്ങനെയൊക്കെ വാർത്തയിൽ കേട്ടിട്ടുണ്ടാവും. ഇത് ഒക്കെ എന്താ തീരെ സൗണ്ടില്ലേ. കോയിൽ നിറച്ച് വെള്ളം കൂടി വന്ന് നല്ലോണം കൂടിയിരിക്കണം കേട്ടോ. കടല് പോലൊന്നുമല്ല, കടല് ഇത്ര വെള്ളമൊന്നുമല്ല. ഇവിടെ ഇത്തിരി ഒരു കറുപ്പ് കാണുന്നുണ്ട്, അതാണോ കൊമ്പം കല്ല് തോന്നുന്നു കേട്ടോ. ആ കുറച്ച് താമക്കണം കേട്ടോ, അതാക്കണം അവിടെ കല്ല്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റൂല കേട്ടോ. ഈ കല്ല് കാരണമാണ് നമ്മളെ ഈ നാടിന് പേര് വന്നത്. കാരണം ഇവിടെ കല്ലുണ്ടായോണ്ട് നമ്മളെ വീടിന്റെ പേരല്ലേ കൊമ്പം കല്ല്. അപ്പൊ ഇവിടെ കല്ലുണ്ടായോണ്ട് കല്ല് ഞങ്ങൾ പേരിട്ടു. അപ്പൊ ഞങ്ങളെ പോയാണ്, ഞങ്ങളത് മാത്രമല്ല എല്ലാവർക്കും കുളിച്ചാ. പിന്നെ അതുകൊണ്ടാണ് ഈ വെള്ളമൊക്കെ ഇതായത് കേട്ടോ. അതുകൊണ്ടാണ് ഇത് ഞങ്ങളെ പോയാന്നൊക്കെ പറയാൻ സാധ്യത. ഒരു വലിയ മരം ഉണ്ടായിരുന്നു, അതൊക്കെ ഒളിച്ചു പോയിട്ടോ. അത്രക്കും ഇതാണേ. അവിടെ കണ്ട ഒരു ചെടി, അതൊക്കെ ഇനി മുങ്ങി പോകാൻ സാധ്യതയുണ്ട്. ഇതും അതും പാടായിരുന്നു കേട്ടോ. എന്നിട്ട് ആൾക്കാർ വന്നുകൊണ്ട് മരമൊക്കെ മുറിച്ച് പാടൊക്കെ കളഞ്ഞ് ഇതിൽ വെള്ളാക്കി കേട്ടോ. കണ്ടോ ഒച്ചെങ്ങനെ അറിയാൻ മനസ്സിലായേ. അവിടെ കണ്ടോ കുറേ ഇലാളും അല്ലാതും കൂട്ടി വെച്ചിരിക്കുന്നു. അപ്പൊ അതൊരു മരമായിരുന്നു. ആ മരം മുറിച്ചിട്ട് ഇവിടെ വെള്ളാക്കിയാണ് കേട്ടോ. ഇതൊരു പുഴ ആയത്. നമുക്ക് കുടിച്ച കിണർക്കൊക്കെ ആരെങ്കിലും വീട്ടിൽ കിണറുണ്ടാവും. ആ കിണറിന്നാണ് ഇതിലൊരു പൈപ്പ് ഇട്ടിട്ട് കിണർക്ക് ഇങ്ങനെ നമ്മളെ വീട്ടിലത്തെ പൈപ്പിക്ക് ഇങ്ങനെ വെള്ളം വരും. ആ വെള്ളം നമുക്ക് ചെരുപ്പൊക്കെ കേൾക്കുക അങ്ങനത്തെ ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ചുമരൊക്കെ കേൾക്കുക, ബക്കറ്റിൽ വെള്ളം എടുക്കുക. അതിനാണ് ഇങ്ങനത്തെ ഇത് കൊടുത്തിട്ടുള്ളത്. വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റൂല, അങ്ങനെയൊക്കെ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നല്ല ആസ്വദിച്ചാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു കെട്ടുണ്ട്, ഈ പാലത്തിൻ്റെ മുകളിലൊരു കെട്ടുണ്ട് കോൺക്രീറ്റിൻ്റെ. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് വേനൽക്കാലത്ത് ആയാണെങ്കിലും നല്ല തെളിഞ്ഞ വെള്ളം ഉണ്ടാവലുണ്ട്. ആ വെള്ളത്തിൽ നമ്മൾ ചാടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരവുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. നമ്മളെ ജനലിറ്റി വെള്ളം അതാട്ടോ. അവിടെ കണ്ടോ ഒരു വീടിന്റെ മണക്കത്ത് സാധനം അതാട്ടോ. നമ്മളെ ജനലിറ്റിന്റെ സാധനം നമ്മളെ വീട്ടിലൊക്കെ എത്തല് ആ വെള്ളത്തിൽ നിന്നാണ് നമ്മളെ വീട്ടിലേക്ക് വരല്. നിറച്ച് വെള്ളം ഉണ്ട്, ആ പൊട്ടിച്ചാൽ വെള്ളം ഇങ്ങനെ വരും. അപ്പോൾ ഞങ്ങൾക്കൊരു സാധനം കാണിച്ചത് അവിടെ കണ്ടോ കുറേ ഇലകൾ വന്നിട്ട് നമുക്ക് ഒരു കളറിന്റെ മാരി ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഈ കോൺക്രീറ്റിന്റെ കെട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് മേലേക്ക് വെള്ളം, വേനൽക്കാലത്ത് ഇവിടെ വെള്ളം അങ്ങനെ നിൽക്കലുണ്ട്. അത് തെളിഞ്ഞ വെള്ളമൊക്കെ നല്ല കായൽ പോലെ നമുക്ക് ചാടാനും കുട്ടികൾക്കൊക്കെ നല്ല എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. അവിടേക്ക് ചാടിയാൽ മുങ്ങാൻ സാധ്യത ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു സാധനം കണ്ടോ, ഇതിന്റെ അടിയിലേക്ക് നോക്കിയാൽ വെള്ളം ഇങ്ങനെ പോണ കാണാട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല ചിലപ്പോ. കണ്ടോ വെള്ളം പോണ കണ്ടോ. അവൻ എത്രാം ക്ലാസ്സിലാന്നൊക്കെ പറയാ? ഞാൻ 4ാം ക്ലാസ്സിലാണ്. അതിന്റെ പേര് റംസാനാണ് അല്ലേ? ശരിക്കുള്ള പേര് റംസാനാണ്. വേറെ എന്തെങ്കിലും പേരുണ്ടോ ചെറിയ കാണിച്ചു തരാ പോരിട്ടോ. നമുക്ക് ഇനി പാലത്തിന്റെ അടി കാണിച്ചു തരാം. നിങ്ങൾക്ക് എന്താ ഇവിടെ നിന്നിട്ട് കാണാത്തവരുണ്ടാവും ചിലപ്പോ. അപ്പൊ ഞാൻ അടിയിലേക്ക് പോയിട്ട് കാണിച്ചു തരാം.
അതിൽ നീന്തൊന്നുമില്ല കേട്ടോ, നീന്താതെ കാണിച്ചു തരുള്ളൂ ചെയ്യാ. നിങ്ങൾക്ക് ഞങ്ങളെ യൂട്യൂബ് ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ. ഇത് പോയി കറങ്ങണ സ്ഥലം കേട്ടോ. ഇതിക്ക് പോകാൻ അത് കണ്ട് നോക്കി പോണം. അവിടെ കണ്ട അവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല കേട്ടോ. ഇതാണ് ജനലിതി, നമുക്ക് കാണിച്ചു തരാൻ പറ്റാണ് ഞങ്ങൾ. ഇരുമ്പിന്റെ വലിയ പൈപ്പാണിത് കേട്ടോ. ചെറിയുണ്ടല്ലോ, ഇതിൽ കൂടെ പോകും ബൈക്കുകൾ നിറയുണ്ട് കേട്ടോ. വെള്ളത്തിന്റെ സ്പീഡ്, വെള്ളം കുറച്ചുള്ളൂ സ്പീഡ്, പക്ഷെ ഈ വെള്ളം നല്ല ഇതാണ് കേട്ടോ. ഈ വെള്ളം അവിടേക്ക് പോയാൽ വെള്ളം ഇങ്ങോട്ട് തന്നെ വരും, പിന്നെ അവിടേക്കും ഇങ്ങോട്ട് തന്നെ വരും. അങ്ങനെ കേട്ടോ ഈ വെള്ളങ്ങളൊക്കെ കൂടുതൽ ടൈമിലൊന്നും ഇങ്ങോട്ട് ആരും ഇറങ്ങുന്നത്. അവിടേക്കൊക്കെ ഉണ്ടാവും വെള്ളം കൂടി നിൽക്കണം. അത് കല്ലുകൊണ്ടൊന്നല്ല, അത് വെള്ളം കേട്ടോ. വെള്ളം കൂടിയോണ്ടാണ് ഇങ്ങനൊക്കെ വെള്ളം വരുന്നത്. അപ്പത്തെ മൈലാഞ്ചിയാണ്, 2 കൈ മീൻ ടച്ച് ഇതാട്ടോ ഇഷ്ടപ്പെട്ടെ. എൻ്റെ അപ്പാക്ക് നല്ലോണം ഇടാൻ വയ്ക്കും. നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വന്നാൽ മതി, ഞാൻ അപ്പാനോട് പറഞ്ഞോളാം മൈലാഞ്ചി ഇട്ടെടുക്കാൻ. അത്രക്കും വയ്ക്കൂട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞോണ്ട്. ആരും ഇമ്മച്ചാളും ഇപ്പച്ചാളൊന്നും ഇല്ലാതെ കുട്ടികളൊന്നും ഇതിലേക്ക് ഒറ്റക്ക് ഇറങ്ങരുത്, ഒളിച്ചു പോകാൻ സാധ്യത ഉണ്ടോ. കുട്ടികൾ മാത്രം പോയാലും ഇമ്മച്ചാളോ ഇപ്പച്ചാളോ അല്ലെങ്കിൽ കാക്കുമാളൊന്നും ഇല്ലാതെ കുറേ കുഞ്ഞിക്കുട്ടികളുണ്ടായി ഇതിലേക്ക് വന്നാൽ എന്താ പിന്നെ ഒരു ഒളിച്ചു പോയാൽ കുഞ്ഞുകുട്ടികൾക്ക് വേറെ കുഞ്ഞിക്കുട്ടീനെ എടുക്കാനൊന്നും വയ്ക്കൂലല്ലോ. അപ്പോൾ ബാപ്പാളോ അല്ലെങ്കിൽ ഇമ്മച്ചാളോ ഉണ്ടായാലല്ലേ എടുക്കാനും രക്ഷിക്കാനും ഒക്കെ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയണേ. അതിക്ക് ചില ആൾക്കാർ ചാടിയുണ്ടോ. ഇവിടെ പേടി അവിടെ മാറി ഇർത്താണ്. ഇവിടെ ഒരു വെള്ളം ഉണ്ട് കേട്ടോ, കിണറാണ് തോന്നുന്നു. പിന്നെ ഇവിടെ കണ്ടോ, ഇവിടെയും വെള്ളം തന്നെ കേട്ടോ. ഇവിടെ കറ്റം വെള്ളമാണ് കണ്ടോ. നമ്മൾ അപ്പുറത്ത് നിന്ന സ്ഥലമാണ്. ഇവിടേക്ക് കുറച്ച് നോക്കിയാ നമ്മൾ അപ്പുറത്ത് നിന്ന സ്ഥലം കാണാം. ഇവിടെ കുറച്ച് ശാന്തമായ ഒരു അന്തരീക്ഷമാണ് മേൽഭാഗം. പക്ഷെ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ കുറച്ച് ഒരു ഭീകരമായ അവസ്ഥയാണ്. വെള്ളം ഉണ്ടാവും കേട്ടോ. അപ്പൊ ഈ ഒരു ജലനിധിന്റെ ഭാഗം എന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ്. ഇതാണ് ജലനിധിന്റെ ഭാഗം പറഞ്ഞാൽ ഇത്. അപ്പൊ ഇനി നമ്മള് ഈ പൈപ്പ് കണ്ട, ഈ പൈപ്പിന്റെ ഉള്ളിൽ കൂടെ വെള്ളം പോകുന്നുണ്ട് നമ്മളെ പൈപ്പിക്ക്. നമ്മളെ മാത്രമല്ല എല്ലാ വീട്ടിലത്തെ പൈപ്പിക്കും പോകുന്നുണ്ട്. അവിടെ വീട്ടിലേക്ക് പോണ സ്ഥലത്ത് ഒരു നല്ല സ്ഥലം ഉണ്ടാക്കി ഞങ്ങൾക്ക് കാണിച്ചത്. അത് ആപ്പാക്കും ആർക്കും അറിയാത്ത സ്ഥലം കേട്ടോ. നമ്മളിനി പോവാണ്, ഞങ്ങൾ കൊയങ്ങിയിട്ടുണ്ട്, പൈച്ചുണ്ട്. അപ്പൊ സ്പേസ് കൊണ്ടുനിക്കണോ എന്നാലും പൈസ കൊടുത്തില്ലെങ്കിൽ എന്താ നമുക്ക് എന്തെങ്കിലും വാങ്ങിയിട്ട് ഫോണിൽ നിന്ന് ഗൂഗിൾ പേയിൽ പൈസ അയച്ചെടുത്താൽ മതി. നമുക്ക് എന്തെങ്കിലും മേടിച്ചാട്ടോ. പോയി അവിടെ കണ്ടോ സാധനം, അത് വീടല്ല, അവിടെ ഒരു പീടി കേട്ടോ. നമ്മൾക്ക് പൈച്ചിട്ട് പോയിക്ക് വരുമ്പോൾ അവിടെ നിന്ന് പൈസ ആണെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് തിന്നാൽ മതി. പൈച്ചപ്പോൾ ദാഹിച്ചിട്ടോ. അപ്പോൾ ഞങ്ങൾ തിന്നാൻ വന്നിക്കാണ് ഈ പീടിയേക്ക് കേട്ടോ. അവിടെ കണ്ടോ, നിങ്ങൾക്ക് ഇപ്പം കാണില്ലെങ്കിൽ എടുത്തെത്തിയിട്ട് കാണിച്ചു തരാം. അപ്പം ഞങ്ങൾ ലൈസൊക്കെ തിന്നിട്ട് നിങ്ങൾക്ക് പൂതിയാവാണെങ്കിൽ നിങ്ങൾ മേടിച്ച് തിന്നാൽ മതി. ആ ഇനി തീറ്റ മാത്രമേ ഉണ്ടാവുക, പറച്ചിലുണ്ടാവില്ല. നമ്മളെ പോയാ നിങ്ങൾക്കല്ലാതും കാണിച്ചൊന്നുമില്ല, സങ്കടമൊന്നും വേണ്ട. അപ്പൊ എല്ലാതും നിങ്ങൾ കണ്ടില്ലേ. ഇപ്പൊ ഞങ്ങൾ ഈ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. പിന്നെന്താ പറയണ്ടേ, വേഗം പോയിട്ടില്ലെങ്കിൽ മഴ പെയ്താ കൊടൊന്നും കൊടുത്തിട്ടില്ല. അപ്പൊ വായ അങ്ങനെ കുടിച്ചിട്ട് പോകേണ്ടി വരും. അടുത്തൊരു വീഡിയോ അയച്ച് ഞങ്ങൾ വരണ്ട് അല്ലേ? വേണ്ടുന്നില്ല, വരും. വരും, ഞങ്ങൾ വരും. അത് ഇനി എവിടെ നമ്മളടുത്ത സ്ഥലം കാണിച്ചു കൊടുക്കാം നമുക്ക്. ഊട്ടിയോ? നമുക്ക് ഒരു പാർക്കിക്ക് പോവാല്ലേ ഒരു ദിവസം. അപ്പൊ ഞങ്ങളൊരു ദിവസം ഒരു പാർക്കിക്ക് പോകുന്നുണ്ട്. പണ്ട് പാർക്ക് പോയിട്ട് അപ്പ ഒരു പശുവിന്റെ പുറത്തയിൽ ഇരുന്നിട്ട് അപ്പ പശു കറഞ്ഞപ്പോ അപ്പ നിലത്തേക്കാൾ പോണു കേട്ടോ. അപ്പൊ ശരി, ടാറ്റാ, ബൈ ബൈ. ടാറ്റാ, ബൈ ബൈ. ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ഇപ്പൊ ഞങ്ങൾ തിന്നുന്ന തിരക്കാണ്, അടുത്ത വീഡിയോയിൽ കാണാം. അതന്നെ, തിന്നുമ്പോ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ തരിപ്പ് പോട്ടോ. അതന്നെ ഉണ്ടാക്കുന്ന